നമുക്ക് എം.ടി. വാസുദേവൻ നായരെ അറിയാമല്ലോ ഇല്ല? കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഇടയിൽ നിന്ന് കടന്നുപോയ ഒരു സാഹിത്യ പ്രഭയായിരുന്നു, ഒരു പ്രതിഭയായിരുന്നു. എം.ടി. വാസുദേവൻ നായരുടെ ഒരു മനോഹരമായ കൃതിയുണ്ട്, വാരണാസി എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, വാരണാസി. അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു നല്ല വരിയുണ്ട്. എന്താ അറിയാം? ഈ അമ്പലങ്ങളിൽ കൂടെ കുമ്പസാരക്കൂട് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം ഈ തൊഴുതിറങ്ങുമ്പോൾ ഈ ഉള്ളി കൊണ്ട് നടക്കുന്ന സങ്കടം എവിടെയെങ്കിലും ഒന്ന് കൊണ്ടിറക്കണ്ടേ, ആരോടെങ്കിലും ഇതൊന്നും പറയണ്ടേ? നമ്മളൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഈ പാപം കെട്ടുന്നു, പാപം അഴിക്കുന്നു, കെട്ടുന്നു അഴിക്കുന്നു. അതുകൊണ്ട് കൂടെയാണ് ഈ പലരും കുമ്പസാരിക്കാൻ വരെ ഇഷ്ടപ്പെടാതെ. ഇപ്പം പാപങ്ങളുടെ പട്ടിക എന്ന് പറഞ്ഞ നമ്മുടെ കുർബാനക്രമത്തിലൊക്കെ ഇതും കൂടെ വായിക്കുമ്പോഴേ മനസ്സും മാട്ടിക്കും. പിന്നെ ഇതിൽ ഞാൻ ചെയ്ത ഏതാണ്, ചെയ്യാത്ത ഏതാണ്, പിന്നെ അത് വന്ന് അച്ഛനോട് പറയണം, പിന്നെ ഈ അച്ഛൻ എന്നെ എങ്ങനെ നോക്കൂ. ഇത് വേറൊരു തലം കൂടെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ വിഷമങ്ങൾ പറയാൻ പറ്റുന്നൊരു സ്ഥലം കൂടാണ്. അങ്ങനെ കൂടെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആശ്വാസം കിട്ടും. നിങ്ങളുടെ ജീവിത പങ്കാളിയോട് പറഞ്ഞിട്ട് മനസ്സിലാകാത്ത നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ മക്കൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ.